വർഷങ്ങളായി കൊച്ചി വെണ്ണലയിലെ വീട്ടിൽ കാവ്യ മാധവനും കുടുംബവും താമസമാക്കിയിട്ട് കാവ്യ ചെന്നൈയിലേക്ക് മാറിയതോടെ മകൾക്കും പേരക്കുട്ടിക്കും കൂട്ടായി ചെന്നൈയിലേക്ക് ജീവിതം പറിച്ചുനട്ട മാധവനും ഭാര്യ ശ്യാമളയും അവിടെ ബിസിനസ്സും തുടങ്ങിയിരുന്നു. വല്ലപ്പോഴുമായിരുന്നു ഇവർ വെണ്ണലയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നത്. ഇക്കഴിഞ്ഞ 12-ാം തീയതി വ്യാഴാഴ്ച എല്ലാവരോടും യാത്ര പറഞ്ഞ് സെക്യൂരിറ്റിയെ വീടും ഏൽപ്പിച്ച് മാധവൻ പോയത് ഇനി ഓണത്തിന് കാണാമെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം അദ്ദേഹത്തെ തേടി മരണമെത്തിയപ്പോൾ 4 നാൾ മുമ്പാണ് മൃതദേഹം ചെന്നൈയിൽ നിന്നും കൊച്ചി വെണ്ണലയിലെ വീട്ടിലെത്തിച്ച് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത്. തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു ആ ചടങ്ങുകളെല്ലാം നടന്നത്. സിനിമാ രംഗത്തു നിന്നും നിരവധി സഹപ്രവർത്തകരാണ് കാവ്യ മാധവന്റെ അച്ഛനെ അവസാന നോക്കു കാണുവാനായി എത്തിയത്. തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു മാധവന്റെ മരണം സംഭവിച്ചത്. 5-ാം നാളത്തെ സഞ്ചയനം നടത്തുവാൻ ദിവസമായി വന്നത് വെള്ളിയാഴ്ചയായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച സഞ്ചയനം നടത്തുവാൻ അത്ര ശുഭകരമായ ദിവസമല്ലാത്തതിനാൽ തന്നെ ശനിയാഴ്ചത്തേക്ക് സഞ്ചയനം മാറ്റുകയായിരുന്നു. തുടർന്ന് ശനിയാഴ്ചയാണ് സഞ്ചയന ചടങ്ങുകൾ നടന്നത്. സംസ്കാര ചടങ്ങുകൾ പോലെ തന്നെ തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു സഞ്ചയനവും നടത്തിയത്. വെണ്ണലയിലെ വീട്ടുമുറ്റത്ത് നടന്ന പൂജകളിലും മറ്റ് ചടങ്ങുകളിലും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. ദിലീപും മകൾ മീനാക്ഷിയും സഹോദരൻ അനൂപിന്റെ കുടുംബവും ചേച്ചിയുടെ കുടുംബവുമെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഹൃദയാഘാതം മൂലം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കാവ്യയുടെ അച്ഛൻ പി മാധവൻ മരണത്തിനു കീഴടങ്ങിയത്. 75 വയസ്സായിരുന്നു പ്രായം. ഇതാദ്യമായിട്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ മൈൽഡ് അറ്റാക്കുകളും അതിവേഗം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുമെല്ലാം ജീവൻ കാക്കാൻ കാരണമായിരുന്നു. ഒരാഴ്ച മുമ്പ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ കവർന്നെടുക്കുകയായിരുന്നു. അറ്റാക്ക് വന്നതിന് ശേഷം വ്യായാമങ്ങളും പതിവ് മോർണിംഗ് ഈവനിംഗ് വാക്കുകളുമെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് കൊച്ചിയിലായിരുന്നാലും ചെന്നൈയിലായിരുന്നാലും അതൊന്നും അദ്ദേഹം മുടക്കിയിരുന്നില്ല. വീട്ടിൽ ചെറിയ ജിം സൗകര്യങ്ങളും കാവ്യ ഒരുക്കിയിരുന്നു. എന്നും രാവിലെ നടക്കുവാനിറങ്ങുന്ന അദ്ദേഹം വഴിയിൽ കാണുന്ന പരിചയക്കാരോടെല്ലാം കുശലം പറഞ്ഞ് ചിരിച്ചു മടങ്ങുന്നതും പതിവ് കാഴ്ചയായിരുന്നു. കാവ്യയുടെ മകൾ മഹാലക്ഷ്മിക്ക് സ്കൂൾ അവധിയായതിനാൽ കാവ്യ കൊച്ചിയിൽ ഉണ്ടായിരുന്നു. സ്കൂൾ തുറന്ന് ഒരാഴ്ചയോളം കഴിഞ്ഞാണ് നേരത്തെ കമ്മിറ്റ് ചെയ്ത പരിപാടികളെല്ലാം പൂർത്തിയാക്കി അച്ഛനൊപ്പം കാവ്യ ചെന്നൈയിലേക്ക് മടങ്ങിയത്. 75 വർഷത്തെ ജീവിതം പൂർത്തിയാക്കി മടങ്ങിയ അച്ഛന് അവസാന കാലം വരേക്കും സന്തോഷത്തോടെ ഇരുത്താനും തന്നെക്കൊണ്ട് കഴിയും വിധം കഴിഞ്ഞുവെന്നതിന്റെ ആശ്വാസം മാത്രമാണ് ഇപ്പോൾ കാവ്യയ്ക്കുള്ളത്. അച്ഛന്റെ മരണവിവരം അറിഞ്ഞ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കാവ്യയുടെ സഹോദരൻ മിഥുനും ഭാര്യയും 2 മക്കളുമെല്ലാം എത്തിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.